ബാക്കിയെല്ലാം ഈശ്വരാധീനം. ശ്രീലജ, രവി, ശ്രീലക്ഷ്മിക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ എന്തു പറഞ്ഞു? ശ്രീലക്ഷ്മിയുടെ കണ്ടീഷൻ മോശമാണെന്ന് പറയുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? രാജാറാം ഒന്നും പറയുന്നില്ല. നീയെങ്കിലും ഒന്ന് പറ രവി. സാറെന്താ ഒന്നും പറയാത്തത്? എന്റെ മോൾക്ക് ഒന്നുമില്ലെന്ന് പറ സാറേ. ചേട്ടായി, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ചേട്ടായി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോ ഭയമാവുന്നു. എന്തെങ്കിലും ഒന്ന് പറ ചേട്ടായി. സാർ, ഞങ്ങളുടെ മോൾക്ക് സാറിന് ഒരുപാട് വിശ്വാസമായിരുന്നു. സാറ് കൂടെയുണ്ടെങ്കിൽ മോൾക്കൊന്നും സംഭവിക്കില്ലെന്ന് എന്നോട് എപ്പോഴും പറയും. മോളുടെ ആ വിശ്വാസം സത്യമല്ലേ സാർ? എന്റെ മോൾ ജീവനോട് തിരിച്ചു വരില്ലേ സാർ? എല്ലാവരുടെയും സങ്കടത്തിന് ഞാനാണ് കാരണക്കാരി. ഞാൻ കാരണമാണ് ത്രിവിക്രമൻ ആ ടാബ്ലറ്റ്സ് ശ്രീലക്ഷ്മിക്ക് നൽകിയത്. ആ ടാബ്ലറ്റ് ഞാൻ അവിടെ വലിച്ചെറിയാൻ പാടില്ലായിരുന്നു. ഇതിനെല്ലാം കാരണം ഞാനാണ്. എനിക്ക് എന്റെ തെറ്റ് ഏറ്റു പറയണം. അല്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ക്രൂരതയായിരിക്കും. എല്ലാവരും ശ്രീലക്ഷ്മിയെ ഓർത്ത് സങ്കടപ്പെടുന്നു. പാവം രവിവർമ്മൻ സാറ് ജീവച്ഛവം പോലെ നിൽക്കുന്നു. സാർ, എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോ ഇത് പറയാൻ പറ്റിയ സമയമാണോ എന്നറിയില്ല. ചെയ്തു പോയ കുറ്റം അറിവും ബോധമുള്ള ഒരാളുടെ മുമ്പിൽ ഏറ്റുപറയുന്നതാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. സാറിനോട് ഞാനൊരു ഏറ്റുപറച്ചിൽ നടത്തുകയാണ്. ഞാൻ പറയാൻ പോകുന്ന സത്യം നിങ്ങളുടെ എല്ലാം ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനുള്ള മറുപടി കൂടിയാ. ശ്രീലക്ഷ്മിക്ക് ഇങ്ങനെ സംഭവിച്ചതിനുള്ള കാരണം ഞാനാണ് സാർ. ഞാൻ പറഞ്ഞത് സത്യമാണ്. ശ്രീലക്ഷ്മിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്റെ അത്യാഗ്രഹമാണ്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം സാർ.
ചെയ്തത് വളരെ വലിയ തെറ്റാണ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ചതിക്കുകയായിരുന്നു. എന്റെ ദുരാഗ്രഹം എന്റെ മനസ്സിനെ വികൃതമാക്കി. സാർ എനിക്ക് എന്ത് ശിക്ഷ തന്നാലും അത് ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്താണെന്നറിയോ നിനക്ക്? ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നീയില്ല. ശ്രീലക്ഷ്മി തനിക്ക് എന്ത് ദ്രോഹോടോ ചെയ്തത്? വിശ്വസ്തയാണെന്ന് കരുതി കൂടെ നിർത്തിയിട്ട് എന്തിനാ ഇതൊക്കെ ചെയ്തത്? ശ്രീലക്ഷ്മിയുള്ള അസൂയ. നിന്റെ മുഖത്ത് നോക്കുമ്പോ എനിക്ക് അറപ്പ് തോന്നുകയെ. സാർ എന്നോട് ക്ഷമിക്കണം. സാർ എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ, എന്നെ കൊന്നോളൂ. എന്റെ കൺമുന്നിൽ നിന്ന് എവിടെയെങ്കിലും ഇറങ്ങിപ്പോ. ഇവിടെ നിന്നോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കെന്നെ അറിയില്ല. പ്ലീസ്. എന്താ സാന്ദ്ര ഇതൊക്കെ? നിനക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? നീ നല്ലവളാണെന്ന് കരുതി നിന്നെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയല്ലേ സ്നേഹിച്ചത്? നിന്നെ എന്തുമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അതിനിങ്ങനെയാണോ നീ വർമ്മൻ കുടുംബത്തോട് നന്ദി കാണിക്കേണ്ടത്? സാന്ദ്ര, തന്നെ കുറിച്ച് പലരും പല കംപ്ലൈന്റ്സ് പറഞ്ഞിട്ടും ഞങ്ങളാരും അത് വിശ്വസിച്ചില്ല. തന്നെ ഞങ്ങൾ അന്ധമായി വിശ്വസിച്ചു. എന്നിട്ട് താനിപ്പോ എന്തൊക്കെയാ കാണിച്ചത്? Do you know what a great sin you have committed? Shame on you, Sandra. Shame on you. മാഡം, അന്ന് വീട്ടിൽ വന്ന് കല്യാണത്തിന് ചെക്ക് ഒപ്പിട്ട് തരാന്ന് പറഞ്ഞപ്പോഴും എന്റെ മോളെ മാഡത്തിന്റെ സഹോദരിയെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ എത്രമാത്രം സന്തോഷിച്ചെന്നറിയാമോ മാഡം? പക്ഷെ അതിനു മുമ്പിൽ ഇങ്ങനൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മോളുടെ അടുത്ത് പോലെ നിൽക്കാൻ ഞാൻ മാഡത്തിനെ അനുവദിക്കില്ലായിരുന്നു. പെറ്റ വയറ് ഉരുകയാണ് മാഡം. അതിന്റെ വേദന എന്താണെന്ന് അറിയാമോ മാഡത്തിന്? ചതിച്ചു കളഞ്ഞല്ലോ ഞങ്ങളെ. മതി സരോജ, മതി. നീ പറഞ്ഞ കാര്യമൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ മനസ്സിലാവുന്ന ആർക്കും ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള മനസ്സും വരില്ല. മാഡം, നിങ്ങൾ എന്നെയും എന്റെ മോളെയും ഒരുപാട് അവമാനിച്ചിട്ടുണ്ട്. ഞങ്ങളതൊക്കെ സഹിച്ചു. ഇപ്പൊ അവസാനം എന്റെ പൊന്നുമോളുടെ ജീവനും അപകടത്തിലാക്കി. ഇനിയും മനസ്സിലെ ദേഷ്യം തീർന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി കുറച്ച് വിഷം വാങ്ങിത്തന്ന് ഞങ്ങളെ കൂടി അങ്ങ് കൊന്നേക്ക്. ഇങ്ങനെയുള്ളവരുടെ മുഖത്ത് നോക്കുന്ന പോലെ അറപ്പാണ്.
രാജാറാം സർ, ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ എനിക്ക് കിട്ടണം. ഐ ഡിസേർവ് ഇറ്റ്. എല്ലാവരും എന്നോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ കാണിച്ചിട്ടാ ഇപ്പൊ ഇവിടുന്ന് പോയത്. സാറും പറഞ്ഞോളൂ, ഞാൻ ഒരു ദയ അർഹിക്കുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സാറ് ഒരിക്കലും വിചാരിച്ചു കാണില്ല. സാറിന് എന്നെ വിശ്വാസമായിരുന്നു. ഞാൻ എല്ലാവരുടെയും വിശ്വാസം തകർത്തു. രാജാറാം സാറിന്റെ ഈ മൗനം എന്നെ വല്ലാതെ വേദനിപ്പിക്കുക. എന്നെ ഒന്ന് വഴക്ക് പറയുകയോ തല്ലുകയോ ഒക്കെ ചെയ്യും സാർ. രവിയെ ദ്രോഹിക്കുന്നവർക്ക് ഞാൻ ഒരു ശിക്ഷയെ കൊടുക്കാറുള്ളൂ. സാന്ദ്ര മേഡം, ആർ യു ഓക്കെ? എന്തിനാ ഉച്ച വെച്ചത്? അത് പിന്നെ ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും പറ്റുമോന്ന് ചിന്തിച്ചപ്പോ ഭയന്ന് അറിയാതെ ഒച്ച വെച്ചതാ. ഐ എം സോറി. ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഡോക്ടർ, ശ്രീലക്ഷ്മിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മാഡം, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് പേഷ്യന്റ് ഒരു ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഡോക്ടർ, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സാറിപ്പോ നമുക്ക് ദൈവത്തിന് തുല്യ. ഡോക്ടർ എന്തെങ്കിലും ചെയ്ത് എന്റെ മോളെ രക്ഷിക്കണം. മാഡം, നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. പ്രാർത്ഥിക്കുക. നമ്മുടെ മോള് നമ്മളെ ചതിച്ചു സരോജം. ശ്രീരജ, നമ്മുടെ മോളെ, എനിക്കിപ്പോ മോളെ കാണണം. മോളെ, എഴുന്നേക്ക് മോളെ, കണ്ണു തുറക്ക്. അമ്മയാ വിളിക്കുന്നേ. മോളെ, മോളെ, കണ്ണു തുറന്ന് അമ്മയെ ഒന്ന് നോക്ക് മോളെ. അമ്മയുടെ പൊന്നു മോളല്ലേ. കണ്ണു തുറക്ക് മോളെ. മോളുടെ അച്ഛൻ വന്നിരിക്കുക. അച്ഛൻ സങ്കടപ്പെട്ട് കരയുന്ന കണ്ടോ നീ? മോളെ, അച്ഛന് വേണ്ടിയെങ്കിലും നീ ഒന്ന് കണ്ണു തുറക്കും മോളെ. മോളെ ശ്രീലക്ഷ്മി, ഞങ്ങളെ ചതിക്കല്ലേ മോളെ. മോള് വലതുകാല് വെച്ച് നമ്മുടെ വീട്ടിലേക്ക് കയ്യിൽ നിലവിളക്കുമായി കയറി വരുന്നത് കാത്തിരിക്കുക ഈ അമ്മ. ഒരുപാട് കൊതിച്ചു പോയി മോളെ. കല്യാണം കഴിഞ്ഞ് രവിസാറിന്റെ വീട്ടിൽ പോയാലും
ഞാൻ എന്നും അച്ഛനും അമ്മയും കാണാൻ വരുമെന്ന് പറഞ്ഞതല്ലേ നീ? എന്നിട്ട് നീ ഇപ്പൊ ഞങ്ങളെ വിട്ടിട്ട് പോവാണോ? അച്ഛൻ കരയുന്നു മോൾക്ക് ഇഷ്ടമില്ലെന്ന് പറയാറുള്ളതല്ലേ. മോള് തന്നെ എന്നെ ഇങ്ങനെ കരയിപ്പിക്കുകയാണല്ലോ. ഒന്നും മനസ്സിലാക്കാതെ മോളെ ഞാൻ വിഷമിപ്പിച്ചതിന് ഈ അച്ഛനോട് മോള് പകരം വീട്ടുകയാണോ? കണ്ണു തുറന്ന അച്ഛനെ ഒന്ന് നോക്കു മോളെ. അമ്മേ, മോളോട് ഒന്ന് പറയമ്മേ. അവൾക്ക് വേണ്ടി എത്ര പേരാ കരയുന്നത്. ആരെയും കരയിക്കരുതെന്ന് പറയമ്മേ. രാജാവ് സാറെ, സാറിനോട് മോക്ക് വലിയ ബഹുമാന. സാറ് പറഞ്ഞ മോള് കേൾക്കും. ഒന്ന് എഴുതേക്കാൻ പറ സാറേ. മാഡം, എന്റെ മോള് മാഡത്തിന് അനിയത്തിയെ പോലെയാണെന്ന് പറയാറില്ലേ? മാഡം ഒന്ന് മോളെ വിളിക്ക്. വേണ്ട, നിങ്ങൾ ആരും വിളിക്കണ്ട. രവി സാറ് വിളിക്കും. രവി സാറ് വിളിച്ചാ എന്റെ മോൾ എഴുന്നേക്കും. രവി, രവി, ഷീസ് ഇൻ സിംഗിങ് സ്റ്റേജ്. എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ചാൽ മാത്രമേ പേഷ്യന്റിനെ തിരികെ ലഭിക്കൂ. രവി, രവി എവിടെ പോയതായിരിക്കും? ഏയ്, രവി അങ്ങനെ ബുദ്ധിമോശമൊന്നും കാണിക്കില്ല. സിസ്റ്റർ, രവി ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ല, ഇങ്ങോട്ട് വന്നില്ല. ഓക്കെ. രാജാറാം, രവിയെ കണ്ടില്ലേ? ഇല്ലമ്മേ. ഇപ്പൊ രവിയെ കാണുന്നില്ല എന്ന് പറയുന്നത് ബുദ്ധിയല്ല. എല്ലാവരും ആവശ്യമില്ലാതെ പേടിക്കും. രാജാറാം, ചേട്ടാ ഇവിടെ. അത് രവി സാറ് ശ്രീലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോയിരിക്കുക. മോളെ, നീ കേട്ടില്ലേ? രവി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിൽ പോയിരിക്കുക. എന്റെ കരിക്കൊത്തിയമ്മേ, എന്റെ മോളെ നീ രക്ഷിക്കണേ.